അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ രാവിലെ മധൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ ബ്രഹ്മകലശവും മൂടപ്പ സേവയും നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു. ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയതിൻ്റെ കുറച്ച് വീഡിയോസ് ആഡാക്കുന്നുണ്ട് ഇതിൽ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോകുന്നതാണ്. എങ്ങോട്ട് വെച്ചാൽ മധൂർ അമ്പലത്തിലേക്ക് പോകുന്നതാണ്. നമ്മൾ വണ്ടിയിലെല്ലാം പോകുമ്പോൾ വെറുതെ ഇങ്ങനൊരു സെൽഫി വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ 4 ആൾ പോയിട്ടുണ്ടായി. ഇത് ചെറിയ പാലാണ്. ഇത് നമ്മളെ ആര്യക്കാടിലെ ഹനുമാൻ്റെ അമ്പലമാണ്, നമ്മളെ കുമ്പള. എൻ്റെ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് ഈ കാണുന്നതാണ് നമ്മളെ കുമ്പളക്കോട്ട. ഇത് കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്രം കുമ്പള. നമ്മളെ കുമ്പളപടിയെല്ലാം നടക്കുന്ന അമ്പലമാണത്. ഇത് കുമ്പള ടൗണാണ്. അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ കുമ്പള ടൗണാണ് വരുന്നത്. ഇവിടെ മുതൽ മധൂർ അമ്പലത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സൗണ്ട് ഇങ്ങനെ വരുന്നതായതുകൊണ്ട് കുറേയെല്ലാം ഞാൻ സൗണ്ടെല്ലാം ഒഴിവാക്കിയിട്ട് പിന്നെയാണ് ഇത് വോയിസ് കൊടുത്തിട്ടുള്ളത്. വോയിസ് ഓവർ ചെയ്തത് പിന്നെയാണ്. അപ്പോൾ ഒരുപാട് തോരണങ്ങളും ഫ്ലെക്സുകളെല്ലാം വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയെല്ലാം. അത് അമ്പലത്തിൻ്റെ അടുത്ത് മാത്രമല്ല, ഒരുപാട് അകലത്തുനിന്ന് തന്നെ ഇത് ഈ ഫ്ലെക്സ് കാര്യങ്ങളും ഈ തോരണങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത് എനിക്ക്. അപ്പോൾ മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെയാണ് ബ്രഹ്മകലശവും മൂടപ്പ സേവയും നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നാണ് പോയത്, അതായത് 31-ാം തീയതി മാർച്ച് 31-നാണ് ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പം ഇതിനു മുമ്പ് കുറേ സ്റ്റാറ്റസുകളിലെല്ലാം കണ്ടു, ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടത് മുതലേ എനിക്ക് ആദ്യം മുതലേ ഒരു വീഡിയോ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്ര വീഡിയോസെല്ലാം ആഡാക്കിയിട്ടുള്ളത്. അത് എല്ലാവരും ചെയ്യുന്നത് സ്റ്റാറ്റസിലൂടെ എല്ലാം കണ്ടപ്പം എനക്കൊന്ന് ഇങ്ങനെ എടുക്കണം എന്ന് തോന്നി വീഡിയോ എല്ലാം. അപ്പം അങ്ങനെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 11 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച സമയമാകുമ്പോഴത്തേക്കാണ് അവിടെ എത്തുക. ഏകദേശം ഒരു 3/4 മണിക്കൂറിനടുത്തുള്ള യാത്രയുണ്ട് മധൂർ അമ്പലത്തിലേക്ക്. അപ്പോൾ അങ്ങനെ എത്തുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായി. അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ച സമയത്തേക്ക്. രാവിലെ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നമുക്കെന്തോ ഇന്ന് അതിനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ വൈകിനി. പിന്നെ എന്താണ്, അവിടെ പോയി അമ്പലത്തിലെല്ലാം കയറി അമ്പലത്തിലെല്ലാം തൊഴുതു. അങ്ങനെ ഫുഡെല്ലാം ഉച്ചക്ക് ഭക്ഷണം ഉണ്ട് അവിടെ. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെയായാലും നല്ല തിരക്കായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലായാലും നല്ല തിരക്കാണ്. ഉച്ച സമയത്താണ് ഇത്ര തിരക്കുണ്ടെങ്കിൽ നമുക്ക് രാത്രി സമയത്തൊന്നും അങ്ങോട്ടേക്ക് അടുക്കാനേ പറ്റില്ല, അത്രത്തോളം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ രാത്രി പ്രോഗ്രാമുകളെല്ലാം ഉണ്ട്. രാത്രിയിലെ പോലെ തന്നെ പകലും പ്രോഗ്രാമുകൾ ഓരോ സ്റ്റേജിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 3-4 സ്റ്റേജുകളുണ്ട് തോന്നുന്നു. ഏകദേശം എല്ലായിടത്തേക്കും നമ്മൾ കവറാക്കിയിട്ടില്ല. അപ്പോൾ ഏകദേശം 2-3 സ്റ്റേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 3 സ്റ്റേജിലും നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഓരോ പ്രോഗ്രാമുകളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഭരതനാട്യം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജിൽ താളമത്തണം, അങ്ങനെ എന്തോ എടുത്ത പറയുന്നതാണ്. അങ്ങനെ അത് നടക്കുന്നുണ്ടായിരുന്നു. ചന്തകളെല്ലാം ഉണ്ടായിരുന്നു. ഉച്ച സമയത്തായതുകൊണ്ട് നമ്മളവിടെ പോകാനൊന്നും നിന്നിട്ടില്ല. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിയുണ്ട്, തനുമോളുണ്ട് കയ്യിൽ. അപ്പോൾ കുഞ്ഞിനെ കൂട്ടിയിട്ട് ഇങ്ങനെ വെയിലത്തെല്ലാം നടക്കുന്നത് കഷ്ടമാവുന്നല്ലേ. പിന്നെ അമ്മയുണ്ട്, അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ വെയിലത്തെല്ലാം നടക്കുമ്പോൾ കഷ്ടമാകുന്നതുകൊണ്ട് അമ്മ ആ ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എവിടെ പോയില്ല, അമ്പലത്തിൽ പോയി തൊഴുതു, അങ്ങനെ ഭക്ഷണം കഴിച്ചു തിരിച്ചു വന്നു. അങ്ങനെ തന്നെ ഉള്ളൂ. അല്ലാതെ വേറൊന്നും നമ്മൾ കറങ്ങാൻ അങ്ങനെയൊന്നും ഇതാക്കിയിട്ടില്ല. വേഗം വീട്ടിലേക്ക് വന്നു. എന്താ
അങ്ങനെ നമ്മൾ മധുര എത്തിയിട്ടുണ്ടല്ലേ. മധ്യന്തര കേരളത്തിന്റെ ആത്മീയ മണ്ഡലത്തിൽ കങ്കലിപ്പുകളാൽ പുതിയൊരു അധ്യായം എത്തിച്ചേർന്നിട്ടുണ്ട്. സംഭവിച്ച സ്വാമിജി ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാമിജിയെ പൂർണ്ണകുംഭത്തോടെ ആചാരവിധി പ്രകാരമുള്ള സ്വീകരണത്തോടുകൂടി ക്ഷേത്ര ಮಹಾದ್ವಾರದೊಳಗೆ ಕ್ಷೇತ್ರದಲ್ಲಿ ಸ್ವಾಮೀಜಿಯ ಸಹಿತ ಪ್ರವೇಶ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ಸೇರಿರುವ ವಿನಂತಿ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಕೃಷ್ಣನನ್ನು ನೋಡಿದವರಿಗೆ ಪ್ರೀತಿ ಸಲ್ಲಿಸಲಿಕ್ಕಾಗುವುದಿಲ್ಲ. ನೀವು ಹೇಳ್ತೀರಿ ನಮ್ಮವರು ಕೃಷ್ಣನನ್ನು ದ್ವೇಷಿಸ್ತಾರೆ, ಏನು ಮಾತಾಡ್ತೀರಿ? ನಮಗೆ ಒಬ್ಬರು ಪ್ರೀತಿ ಪಾತ್ರರಿದ್ದಾರೆ ಅಂತಾದ್ಮೇಲೆ ಅವರಲ್ಲಿ ನಾವು ಸದಾಕಾಲ ಸ್ನೇಹದಲ್ಲೇ ಇರಬೇಕಲ್ಲ. നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.